ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സ് പോലും ചിലരൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ 2 സെൻറ്റൻസുകൾ കാണുന്നില്ലേ? ഷീ ഈസ് കൈൻഡ്, ഷീ ഈസ് ബീയിങ് കൈൻഡ്. എന്താണ് ഈ സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം? ഈ 2 സെൻറ്റൻസുകളും കറക്റ്റായുള്ള സെൻറ്റൻസുകൾ തന്നെയാണ്. പക്ഷേ അത് മാറി മാറി ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കണം. കാരണം 2 സെൻറ്റൻസിൻ്റെയും മീനിങ് വളരെ വളരെ ഡിഫറൻ്റ് ആണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഷീ ഈസ് കൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് എന്നാണ്. അവൾ ദയാലുവാണ്. ഈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം അത് അവളുടെ നേച്ചർ ആണ്. അതൊരു പേഴ്സണാലിറ്റിയെ പറ്റി പറയുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഒരു നേച്ചർ, ഒരു ക്യാരക്ടർ, അതല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് ഷീ ഈസ് കൈൻഡ് എന്നത്. അത് വളരെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൾ അങ്ങനെയാണ്. അതാണ് ഷീ ഈസ് കൈൻഡ്. ഈസ് കഴിഞ്ഞിട്ട് കൈൻഡ് എന്ന അജക്റ്റീവ് ഉപയോഗിച്ചു. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്ന് മനസ്സിലാക്കുക. മൈ മോം ഈസ് കൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ വളരെ ദയുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ദാറ്റ് ഡോക്ടർ ഈസ് കൈൻഡ് ടു ഓൾ പേഷ്യൻസ്. എല്ലാ രോഗികളോടും ഡോക്ടർ വളരെ ദയുള്ള ആളായിട്ടാണ് അതിനെ പെരുമാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ ആണ്. ദാറ്റ് ഡോക്ടർ ഈസ് കൈൻഡ് ടു ഓൾ പേഷ്യൻസ്. ഇനി അടുത്തത് ഈസ് ബീയിങ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ബീയിങ് കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമല്ല, അവളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ല, അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ അവളുടെ ബിഹേവിയർ, അവളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നാണ് ഈസ് ബീയിങ് ഉപയോഗിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഷീ ഈസ് ബീയിങ് കൈൻഡ് എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ അവളുടെ പെരുമാറ്റം, റൈറ്റ് നൗ അവളുടെ പെരുമാറ്റം അങ്ങനെയാണ്. അവൾ അങ്ങനെ ആകണം എന്ന് ഇല്ല. അതാണ് ഷീ ഈസ് ബീയിങ് കൈൻഡ്. അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൈ ബോസ് ഈസ് ബീയിങ് കൈൻഡ്, ഹീ ഗേവ് മീ ലീവ് ടുഡേ. നോക്കൂ, എൻ്റെ ബോസ് ഇന്ന് വളരെ കൈൻഡാണ്. ഈസ് ബീയിങ് കൈൻഡ്. അദ്ദേഹം എനിക്കിന്ന് ലീവ് തന്നു. അപ്പോൾ ശരിക്കും ബോസ് അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ അല്ലെങ്കിൽ ഇന്ന് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഹീ ഈസ് ബീയിങ് കൈൻഡ്. ഡോണ്ട് ഷൗട്ട് അറ്റ് ഹിം, ഹീ ഈസ് ബീയിങ് ഹെൽപ്ഫുൾ. അവനോട് ഷൗട്ട് ചെയ്യല്ലേ, അവൻ എന്താണ് വളരെ ഒരു സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഇപ്പോഴത്തെ ബിഹേവിയർ, ഇപ്പോഴത്തെ അവൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. അതുകൊണ്ട് ഡോണ്ട് ഷൗട്ട് അറ്റ് ഹിം, ഹീ ഈസ് ബീയിങ് ഹെൽപ്ഫുൾ. നാളെ അങ്ങനെ ആകണമെന്നില്ല, ഇപ്പോൾ റൈറ്റ് നൗ അങ്ങനെയാണ്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. പേഷ്യൻ്റ് എന്ന് പറയുന്നത് ക്ഷമയുള്ള എന്ന മീനിങ് ആണ്. ഷീ ഈസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവളുടെ നേച്ചറാണ്, അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അവൾ ക്ഷമയുള്ള ആളാണ്, സ്ഥിരമായിട്ട് അങ്ങനെയാണ്. ഷീ ഈസ് ബീയിങ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാലോ റൈറ്റ് നൗ അവൾ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്. നോയ്സി, കിഡ്സ് ആർ നോയ്സി എന്ന് പറഞ്ഞാൽ കിഡ്സ് എപ്പോഴും ബഹളമുണ്ടാക്കുന്ന ഒരു നേച്ചറുള്ള ആ കുട്ടികളാണ് എന്ന മീനിങ് ആണ് പറയുന്നത്. കിഡ്സ് ആർ നോയ്സി, അവർ എപ്പോഴും അങ്ങനെയാണ് എന്ന മീനിങ്ങിലാണ് അത് പറയുന്നത്. കിഡ്സ് ആർ ബീയിങ് നോയ്സി ഇൻ ക്ലാസ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ അവർ ക്ലാസ്സിൽ വല്ലാത്ത ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന മീനിങ്ങിൽ. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്, അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയല്ല. ഹീ ഈസ് റൂഡ് എന്ന് പറഞ്ഞാൽ അവൻ റൂഡാണ്, അവൻ റൂഡായിട്ടുള്ള ഒരാൾ തന്നെയാണ്, അതൊരു ബാഡ് പേഴ്സൺ ആണ് എന്ന മീനിങ്ങിലാണ് ഹീ ഈസ് റൂഡ് എന്ന് പറയുന്നത്. അതേസമയം ഹീ ഈസ് ബീയിങ് റൂഡ്, അവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു പെരുമാറ്റം ഒരു റൂഡായിട്ടാണ്, ആ ഒരു ബിഹേവിയറാണ് അവിടെ പറയുന്നത്. ഹീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്ക്, കോമൺ മിസ്റ്റേക്ക് എന്താണ്? പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ബീയിങ് ഉപയോഗിക്കും, അത് തെറ്റാണ്. ഹീ ഈസ് ബീയിങ് ടോൾ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കാണ്. കാരണം ഹീസ് ടോൾ എന്നല്ലേ പറയുക. ടോൾ എന്നത് നമുക്ക് ഇപ്പോൾ അതായത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് ഹീസ് ടോൾ എന്ന് പറയുന്നത്. അതേസമയം ഹീസ് ബീയിങ് ടോൾ എന്ന് പറഞ്ഞാലോ ബിഹേവിയർ അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീസ് ബീയിങ് ടോൾ റോങ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം
ഈസ് പ്ലസ് അജക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ് പ്ലസ് അജക്റ്റീവ് ഉപയോഗിച്ചപ്പോൾ എന്താണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണാലിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈസ് പ്ലസ് അജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അതേസമയം ഈസ് ബീയിങ് പ്ലസ് അജക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബിഹേവിയറിനെ പറ്റി പറയാനാണ്, ആ സമയത്തെ ബിഹേവിയറിനെ പറ്റി പറയാനാണ്, അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, അത് ആൻസർ എഴുതണം കേട്ടോ. മൈ ടീച്ചർ ബ്ലാങ്ക് സ്ട്രിക്റ്റ് ടുഡേ. അവിടെ എന്താണ് വേണ്ടത്, മറക്കാതെ എഴുതുക.